ഹായ് ഗായ്സ്, നമുക്ക് ആദ്യം വേണ്ടത് മുക്കാൽക്കര PN16 സോക്കറ്റാണ്. ഇതൊരു വട്ടം നമ്മൾ ഉപയോഗിച്ചാണ് കണ്ടോ. ഇതിനകത്തൊരു 3/4 പൈപ്പ് കട്ട് ചെയ്തായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇതിൻ്റെ സൈഡൊക്കെ നമ്മളൊന്ന് ഫയൽ ചെയ്തെടുത്താണ്. അടുത്തായിട്ട് നമുക്ക് വേണ്ട ഇതുപോലത്തെ 1/2 ഇഞ്ചിൻ്റെ PVC പ്ലഗുകളാണ്. 2 എണ്ണം നമുക്ക് ആവശ്യമുണ്ട്. ഹായ് ഗായ്സ്, ബ്രില്യൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഇതുപോലത്തെ ബാത്റൂമുകളിൽ ഇതേപോലെ 2 പോയിൻറ്റുകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഒന്ന് നമ്മുടെ ഫ്ലഷ് ടാങ്കിലേക്കുള്ള പോയിൻറ്റും ഒന്ന് നമുക്ക് വാഷ് ചെയ്യാനുള്ള ഈ ഒരു സംവിധാനത്തിലേക്കുള്ള പോയിൻറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു വാഷ് ചെയ്യാനുള്ള സംവിധാനത്തിൻ്റെ അവിടെ ഒരു ടാപ്പും കൂടി ആവശ്യമുണ്ട്. വേറെ ഒന്നിനുമല്ല, നമുക്ക് ഈ ഒരു ടോയ്ലറ്റ് ക്ലീൻ ആക്കാനും അതേപോലെ നിലം ക്ലീൻ ആക്കാനും നമുക്കൊരു ടാപ്പ് അത്യാവശ്യമാണ് വെള്ളം എടുക്കണമെങ്കിൽ. ഒപ്പം ഈ ഒരു സംഭവം വർക്ക് ചെയ്യാൻ വേണം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കുറച്ച് സംഭവങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിട്ടാലോ. നമ്മളെടുത്ത ഈ ഒരു പ്ലഗിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം ഒന്ന് റെഡിയാക്കി കൊടുക്കാം. ഇനി നമ്മളെടുത്ത സോക്കറ്റിനകത്തേക്ക് ഇത് ഇറങ്ങി നിൽക്കുന്ന വിധത്തിൽ നമുക്ക് ഈ ഒരു കോണൊന്ന് കളഞ്ഞു കൊടുക്കാം. അങ്ങനെ നമ്മൾ കോണ് കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇതിനകത്തേക്ക് ഇറങ്ങി നിൽക്കും. ഇനി നമുക്ക് മറ്റേ പ്ലഗ് എടുത്തിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ഇതിന് മുകളിലൊരു സാൻഡ് പേപ്പർ വെച്ച് പിടിച്ചിട്ട് നമുക്കൊന്ന് ഉരച്ച് അത് ഈ ഒരു വട്ടത്തിൻ്റെ മുകളിൽ, അതായത് ഈ ഒരു ഇതിൻ്റെ മുകളിൽ നല്ല ഉഷാറായിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന പോലെ നിൽക്കുന്ന വിധത്തിലാക്കി വെച്ചിട്ട് നമുക്കൊരു മാർക്കർ ഉപയോഗിച്ചിട്ട് ആ ഒരു വട്ടം നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊരു ഹോളാക്കി കൊടുക്കാം. ഞാനിപ്പോൾ സോൾഡറിങ് ആണ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. കണ്ടോ, ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്കിത് ഇറക്കി വെക്കാനായിട്ട് പറ്റും. അതേപോലെ ഇനി നമുക്ക് ഈ ഒരു ഹോളിൻ്റെ അവിടെ ഈ ഒരു തരിപ്പ് വരുന്നുണ്ട് ഇത് വെക്കുമ്പോൾ, അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളെടുത്ത ഡേറ്റ് നല്ലപോലെ രണ്ടും മിക്സാക്കി കൊടുക്കാം. ശേഷം നമുക്കത് രണ്ടും വെച്ചൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഭാഗം ഒട്ടിച്ച് കൊടുക്കാം. നല്ലപോലെ ഡേറ്റ് ആക്കിയിട്ട് ഈ ഒരു ഭാഗം ഒട്ടിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ നമുക്ക് ഡേറ്റ് വെച്ചിട്ട് നമുക്ക് മറ്റേ ഭാഗം ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം ഗൈസ്. ഇനി ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ നമുക്ക് ആദ്യത്തേതൊന്ന് അഴിച്ചു മാറ്റി കൊടുക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ അഴിച്ചു മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു സംഭവം നമുക്ക് ഇതിനകത്തേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ത്രെഡിൽ ചുറ്റുന്ന ആ ഒരു ടാപ്പൊക്കെ ചുറ്റിയിട്ട് നല്ല ടൈറ്റായിട്ടൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യാം. അങ്ങനെ നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ ആ വാഷ് ചെയ്യുന്ന സംവിധാനത്തിൻ്റെ ആ ഒരു ഇത് നമ്മൾ അടിയിലായിട്ട് വെച്ച് ഒട്ടിച്ച് ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ അതും ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്, കണ്ടോ. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ട ഇതുപോലത്തെ ഒരു ടാപ്പാണ്. ഈ ഒരു ടാപ്പിൽ നമുക്ക് ആ ഒരു ത്രെഡിൻ്റെ അവിടെ വരുന്ന ടാപ്പൊക്കെ ചുറ്റിയിട്ട് ഈ ഒരു ടാപ്പ് ഈ ഒരു ഭാഗത്തേക്കായിട്ട് നമുക്ക് തിരിച്ച് ടൈറ്റായി കൊടുക്കാം. അങ്ങനെ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയി. കണ്ടോ ഗൈസ്, നമുക്ക് വാഷ് ചെയ്യുന്ന ഒരു സംവിധാനം ഒപ്പം നമുക്ക് വെള്ളം എടുക്കാനും പറ്റും. അങ്ങനെ നമ്മൾ ടെസ്റ്റ് അടിക്കുകയാണ്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഗൈസ്. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കണിൽ ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.